കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കണമെന്ന് DGP. ആഭ്യന്തര സെക്രട്ടറിക്ക് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകി. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മെമ്മറി കാർഡ് കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് മെമ്മറി കാർഡ് അനധികൃതമായി തുറന്ന് പരിശോധിച്ചത്. റിപ്പോർട്ടർ അങ്ങേയറ്റം വരെ പോയിരുന്നു ആ കേസിൽ ഇപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായി. മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനു പിന്നാലെയാണ് പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള മാർഗനിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡാണ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ്. ഈ കേസിൽ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടു എന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ്. റിപ്പോർട്ടർ ടിവിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് റിപ്പോർട്ടർ R. റോഷുപാലാണ് ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ആ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ പരിശോധിക്കപ്പെട്ടു എന്നും ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ഈ കേസിൽ അന്വേഷണവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇതിന്മേൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശമടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് ഹൈക്കോടതി ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സബോർഡിനേറ്റ് കോടതികൾക്ക് അല്ലെങ്കിൽ വിചാരണ കോടതി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കോടതികൾക്ക് ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ഈ ഹർജിയിലാണ് 3 ആളുകളോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിശദീകരണം തേടിയിരുന്നു. ഒന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട്, രണ്ടാമത്തേത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട്, മൂന്നാമത്തേത് സംസ്ഥാന പോലീസ് മേധാവിയോട്. ഇത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ എന്ത് ചെയ്തു എന്ന കാര്യം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഒരു ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. 2023 ഡിസംബർ മാസം 23-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച കത്ത് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തത്. ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നതാണ് ഈ കാർഡിലെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ചട്ടങ്ങൾ പാലിക്കണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, പോലീസ് ഉൾപ്പെടെ വിജിലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികൾക്കും നൽകണം, ബാധകമാക്കണമെന്നതാണ് ഈ കത്തിലെ ആവശ്യവും. ഈ മെമ്മറി കാർഡ് കേസിലെ ഏറ്റവും സുപ്രധാനമായ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരമൊരു കത്ത് നൽകുകയും ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഈ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ADGP ഉൾപ്പെടെയുള്ള കീഴുദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ സർക്കുലറാണ്. ഈ സർക്കുലർ മെമ്മറി കാർഡിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് സർക്കുലർ നൽകിയെന്നാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ നൽകിയെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഈ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ, അതായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയ അതേ ദിവസമാണ് ഈ സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നത്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്കും ഈ കത്ത് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം ഇന്ന് മെമ്മറി കാർഡ് കേസിലെ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ നൽകിയ ഉപഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ നിലപാട് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഓക്കെ, താങ്ക് യു ശ്യാം ദേവരാജ്.